സെഡ് ഗെയിമർ ടച്ച് വെൽക്കം ബാക്ക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് റെഡ് മാജിക് 11 സീരീസ് ലോഞ്ച് ആൻഡ് സ്പെക് ന്യൂസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചൈനയിൽ ഓൾറെഡി ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 17, 2025 ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഗ്ലോബലായിട്ട് എപ്പോഴാണ് ലോഞ്ച് ആവുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അറൗണ്ട് നമ്മുടെ കയ്യിലേക്ക് ഗ്ലോബൽ ലോഞ്ച് കഴിഞ്ഞ് കയ്യിലേക്ക് എത്തുമ്പോൾ November 13, 2025 ആവാൻ സാധ്യതയുണ്ട്. ഇത് ഗ്ലോബലി ലോഞ്ച്ഡ് ആവുന്നത് അറൗണ്ട് സ്പെക് ന്യൂസുകൾ പറയുന്നത് November 3, 2025 എന്തായാലും ഇറങ്ങുന്നുള്ളതാണ്. അതായത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റെഡ് മാജിക്കിൻ്റെ പ്രൊസസ്സർ ഏതാണ് നൽകിയിരിക്കുന്നത് നോക്കാം. സ്നാപ്ഡ്രാഗൺ 888 Gen 5 ആണ് നൽകിയിരിക്കുന്നത്. റാം ആൻഡ് മെമ്മറി നോക്കുകയാണെങ്കിൽ 12 GB റാം മുതൽ 16 GB റാം വരെ ഇതിന് നൽകുന്നുണ്ട്. ഇനി സ്റ്റോറേജ് വേരിയൻറ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ UFS 4.x എന്ന സ്റ്റോറേജ് വേരിയൻ്റാണ് നൽകുന്നത്. ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് വേരിയൻ്റാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ 6.85 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ബിഗസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റുന്ന സ്മോൾ എന്നും പറയാൻ പറ്റാത്തൊരു മിഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നൽകുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് നൽകുന്നത്. 1.5K റെസൊല്യൂഷൻ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് സ്പെക് ന്യൂസുകൾ. 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. ഇനി ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻ ക്യാമറ 50 MP പ്ലസ് 50 MP അൾട്രാ വൈഡ് ക്യാമറ പ്ലസ് 2 MP മൈക്രോ ക്യാമറയും നൽകുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ, അതായത് അടിഭാഗത്താണ് നമ്മളുടെ ക്യാമറ വരുന്നത്. 16 MP ക്യാമറ വരുന്നുണ്ട്. ചാർജ് ആൻഡ് ബാറ്ററി നോക്കുകയാണെങ്കിൽ 8000 mAh ബാറ്ററി, 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും എന്നാണ് ലീക്കിലി പറയുന്നത്. ഇതിൻ്റെ ഗെയിമിംഗ് ഫോൺ ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൂളിംഗ്. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. ഹൈബ്രിഡ് ലിക്വിഡ് കൂളിംഗ് ആൻഡ് പ്ലസ് എയർ കൂളിംഗ് സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് സിസ്റ്റം നമുക്ക് ഗെയിമർമാർക്ക് അനുയോജ്യമായ ഒരു ഫോൺ കൂടിയാണ്. ഇനി പ്രൊട്ടക്ഷൻ ഏതാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ IPX8 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 230 ഗ്രാം വെയിറ്റ് ആണ്, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഇതിൻ്റെ OS ആൻഡ് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 16 ബേസ്ഡ് ആണ്. OS ഏതാണെന്നുള്ളത് വേറെ വെളിയിൽ വന്നിട്ടില്ല. ഇനി വീഡിയോ ആൻഡ് അതർ ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 8K റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാൻ പറ്റും. 30 FPS വരെ സപ്പോർട്ടാണ്. 8K 30 FPS വരെ നിങ്ങൾക്ക് എടുക്കാം. ക്യാമറ ബേസ് നോക്കുകയാണെങ്കിലും ഗെയിമിംഗ് ബേസ് നോക്കുകയാണെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതുപോലത്തെ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്